Hi friends, welcome to our channel. ഞാൻ പറയാൻ പോകുന്നത് 9th ക്ലാസ്സിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഏരിയ. അപ്പോൾ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. How many different non-congruent triangles can you draw with two sides 8 cm and 6 cm and area 12 square centimeters? What if the area is to be 24 square centimeters? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് നോൺ കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് ആംഗിൾസ് വ്യത്യസ്തമായിട്ടുള്ള, സൈഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുള്ള ഇതായിട്ടുള്ള എത്ര ട്രയാങ്കിൾസ് രണ്ട് സൈഡ് 8ഉം 6ഉം ഏരിയ 12ഉം ആയിട്ടുള്ള എത്ര ട്രയാങ്കിൾസ് നമുക്ക് വരയ്ക്കാൻ പറ്റുമെന്നാണ്. അപ്പൊ നമുക്ക് വരയ്ക്കാൻ നോക്കാം. അപ്പൊ ഏരിയ 12 ആണല്ലേ, നമുക്ക് എഴുതാം. സെന്റിമീറ്റർ സ്ക്വയർ. സൈഡ്സ് 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ. അപ്പോ സൈഡ് ഇപ്പൊ ഏത് ട്രയാങ്കിളിന്റെ ബേസും ഹൈറ്റും ആണല്ലോ നമുക്ക് ഏരിയയുടെ. അപ്പോ 8 ബേസ് ആയിട്ട് എടുത്താൽ അതിന്റെ ഹൈറ്റ് എത്ര വരുമെന്ന് നമുക്ക് നോക്കാം. BH ആണ് 12. ബി നമ്മൾ ബേസ് 8 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1/2 × 8 × h. അപ്പോ ഈ ഹാഫില് ഇവിടത്തെ രണ്ടും ഈ 8 കൂടെ വെട്ടിപ്പോയി 4 നേരം. അപ്പോ 4h = 12. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എത്രയായിരിക്കും? 12 / 4 = 3 സെന്റിമീറ്റർ. നമുക്ക് ഹൈറ്റ് കിട്ടി. അപ്പോ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നതിന് നമുക്ക് ഹൈറ്റും ബേസും ആണ് പ്രധാനം. അപ്പോ ബേസ് നമ്മൾ 8 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഹൈറ്റ് എത്രയായിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഒരു ട്രയാങ്കിൾ അങ്ങനെ വരയ്ക്കാം. ബേസ് = 8 സെന്റിമീറ്റർ ആണ്, ഹൈറ്റ് 3 സെന്റിമീറ്റർ. ഇങ്ങനെ എടുത്ത് ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. നമുക്ക് ബേസ് 8 ആണ്. ആദ്യം ബേസ് വരയ്ക്കാം. സെന്റിമീറ്റർ ലൈൻ വരച്ചു. അപ്പൊ ഇനി ഇത് വരയ്ക്കണമെങ്കിൽ നമുക്ക് 90 ഡിഗ്രി പ്രൊട്ടാക്റ്റിലാണെന്ന്. ഇപ്പൊ ഇതാണ് ഒരു 90 ഡിഗ്രി എങ്കിൽ നമ്മളിനി 3 സെന്റിമീറ്റർ ആർക്ക് വരയ്ക്കണം. കാരണം ഹൈറ്റ് 3 സെന്റിമീറ്റർ അല്ല. അപ്പൊ ഇവിടെ ഒരു ആർക്ക് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഒരു ഡോട്ടഡ് ലൈൻ വെച്ച് നമുക്കതിനെ സൂചിപ്പിക്കാം. അപ്പൊ ഇനി 3 സെന്റിമീറ്റർ നമുക്ക്, അപ്പൊ ഇത്രയും 3 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. ഇനി ഇതിലേക്ക് പാരലൽ ലൈൻ വരയ്ക്കാം. എങ്കിലും നമുക്ക് 6 സെന്റിമീറ്റർ സൈഡൊക്കെ എടുത്ത് വരയ്ക്കാൻ പറ്റും. ഹൈറ്റ് 3 സെന്റിമീറ്റർ പാരലൽ ലൈൻ വരച്ചു. ഇനി സൈഡ്സ് എത്ര വരണമെന്ന് പറഞ്ഞിട്ടുള്ള 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്റർ. അപ്പൊ ഒരു സൈഡ് നമ്മൾ 8 സെന്റിമീറ്റർ ബേസ് ആയിട്ട് എടുത്തു. ഇനി 6 സെന്റിമീറ്റർ ഇവിടെ വെച്ച് ഇങ്ങോട്ട് 6 സെന്റിമീറ്റർ കോമ്പസിലെടുത്ത് ആർക്ക് വരയ്ക്കാം. അപ്പൊ 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് സൈഡ് 8ഉം 6ഉം വരണം. അപ്പൊ 8 6 വന്നു. ഹൈറ്റ് എന്ന് പറയുന്നത്, അപ്പൊ ഏരിയ എന്ന് പറയുന്നത് 12. അപ്പൊ ബേസ് 8 വന്നാൽ സ്വാഭാവികമായിട്ടും ഹൈറ്റ് 3 വന്നാൽ നമുക്ക് 12 ഉള്ള ഏരിയ കിട്ടും. അപ്പൊ ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചു. ഇനി വരയ്ക്കാനുള്ളത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ട്രയാങ്കിൾ ഏരിയ 12 ആയിരിക്കണം. രണ്ട് സൈഡ്സ് 8ഉം 6ഉം തന്നെ ആയിരിക്കണം. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇനി നമ്മൾ നേരത്തെ ബേസ് ആയിട്ട് എടുത്തത് 8 ആണെങ്കിൽ ഇനി നമുക്ക് 6 ആയിട്ട് എടുക്കാം. അപ്പൊ ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ, ബേസ് നമുക്ക് 6 എടുക്കാം. നേരത്തെ 8 എടുത്തോണ്ട് ഇപ്പൊ 6 എടുക്കാം. ഇനി BH ആണ് 12 എന്ന് പറയുന്നത്. ബേസ് ഏതാണ്? 6. ഹൈറ്റ് നമുക്ക് ഹൈറ്റാണ് കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് h അതുപോലെ തന്നെ എഴുതാം. ഈ 2ഉം 6ഉം വെട്ടിട്ട് 3 എഴുതാമല്ലോ. അപ്പോൾ 3h = 12. അങ്ങനെയാണെങ്കിൽ h = 12/3 = 4 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഹൈറ്റ് കിട്ടി. നേരത്തെ ഹൈറ്റ് 3 ആണ് വന്നത്, ഇപ്പൊ 4. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒരു ട്രയാങ്കിൾ വരയ്ക്കാമല്ലോ. ബേസ് എത്ര 6 എടുത്ത് ഹൈറ്റ് 4 എടുത്തും വരയ്ക്കാം. നമുക്ക് വരയ്ക്കാൻ നോക്കാം.
അപ്പോൾ നമ്മൾ ബേസ് 6 സെന്റിമീറ്ററും ഹൈറ്റ് 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏരിയ അപ്പോൾ 12 സെന്റിമീറ്റർ സ്ക്വയർ തന്നെ ആയിരിക്കും. അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് സൈഡ് 8ഉം 6ഉം പറഞ്ഞു. അപ്പോൾ രണ്ട് സൈഡ് വന്നല്ലോ, രണ്ട് സൈഡ് 8ഉം 6ഉം വന്നു. ഹൈറ്റ് 4 വരുന്നതാവുകൊണ്ട് അതിന്റെ ഏരിയ ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയറും സൈഡ്സ് 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്ററും വരുന്ന രണ്ട് ട്രയാങ്കിൾസ് മാത്രമേ വരയ്ക്കാൻ പറ്റൂ. നോൺ കോൺഗ്രുവന്റ് ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും. ഡിഫറെന്റ് ആംഗിൾസും സൈഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുള്ള രണ്ട് ട്രയാങ്കിൾസ് മാത്രമേ ഈ അളവിൽ വരയ്ക്കാൻ പറ്റൂ. ഈ മെഷർമെന്റ് അപ്പോൾ 12 സെന്റിമീറ്റർ ഏരിയ സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന രണ്ട് ട്രയാങ്കിൾസ് സൈഡ്സ് ഇതൊക്കെ വരുമ്പോൾ വരയ്ക്കാൻ പറ്റുമോ നമ്മൾ പഠിച്ചു. ഇനി 24 സെന്റിമീറ്റർ സ്ക്വയർ വന്നാൽ എത്ര എണ്ണം വരയ്ക്കാൻ പറ്റുമെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഏരിയ 24 ആയിരിക്കണം. അപ്പോൾ ഹാഫ് പി എച്ച് എന്ന് പറയുന്നത് 24. ഇപ്പൊ ബേസ് 8 ആയിട്ട് എടുക്കാം. അപ്പോൾ ഹാഫ് 8 into h equal to 24. ഇത് വെട്ടാലോ. അപ്പോൾ 4 4h equal to 24. 4h equal to 6 സെന്റിമീറ്റർ എന്ന് പറയും. അപ്പോൾ ഈ മെഷർമെന്റ്സ് ഉപയോഗിച്ച് ഒരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. ഇനി ബേസ് 6 ആയിട്ട് എടുക്കുന്നെങ്കിലും അപ്പോൾ 6 ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ബേസ് 6 ആയിട്ട് എടുത്താൽ ഹൈറ്റ് 8 സെന്റിമീറ്റർ തന്നെ വരും. അപ്പോൾ നോൺ കോൺഗ്രുവന്റ് ആയിട്ട് വരത്തില്ല, കാരണം അത് റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും വരുന്നത്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ എങ്ങനെ വരച്ചാലും ഹൈറ്റ് 8 വന്നാലും അത് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ സൈഡ്സ് ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് നോൺ കോൺഗ്രുവന്റ് ആയിട്ട് ആകെ ഒരു ട്രയാങ്കിൾ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റൂ. അപ്പോൾ ഏരിയ 24ഉം സൈഡ്സ് 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ആയിട്ട് വരുന്ന ട്രയാങ്കിൾ നമുക്ക് ഒരെണ്ണം മാത്രമേ വരയ്ക്കാൻ പറ്റൂ. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ പിക്ചർ ബിലോ ദ ലൈൻസ് പാരലൽ ടു ഈച്ച് സൈഡ് ഓഫ് ദ ബ്ലൂ ട്രയാങ്കിൾ ത്രൂ ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആർ ഡ്രോൺ ടു മേക്ക് എ ബിഗ് ട്രയാങ്കിൾ. അപ്പോൾ ഇതില് ബ്ലൂ ട്രയാങ്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചെറിയ ട്രയാങ്കിൾ PQR ആണ്. അപ്പോൾ ഈ PQR എന്ന ചെറിയ ട്രയാങ്കിളിന്റെ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റിലേക്ക് വരച്ചിരിക്കുന്ന ഓരോ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റിലേക്ക് വരച്ചിരിക്കുന്ന ലൈൻ കൂട്ടിച്ചേർത്താണ് ഈ വലിയ ട്രയാങ്കിൾ ഉണ്ടായിരിക്കുന്നത്. How many triangles in the picture have the same as that of the blue triangle? അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഈ PQR എന്ന ബ്ലൂ ട്രയാങ്കിൾ ചെറിയ ട്രയാങ്കിളിന്റെ സെയിം ഏരിയ വരുന്ന എത്ര ട്രയാങ്കിൾസ് ഈ പിക്ചറിനകത്ത് ഉണ്ടെന്നാണ്. How many of them have the same measurements of the blue triangle? ഈ ബ്ലൂ ട്രയാങ്കിളിന്റെ എത്ര സെയിം മെഷർമെന്റും ആയിരിക്കണം, സെയിം ഏരിയയും സെയിം മെഷർമെന്റും ആയിരിക്കുന്ന എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇതില് പാരലൽ ആയിട്ടുള്ളത് ഈ QR-ഉം AC-യും പാരലാണ് അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം QR പാരലൽ ടു AC. QR-നും AC-ക്കും അടുത്തുള്ള, അതായത് ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കുമല്ലോ, ഈക്വൽ ഏരിയ വരുന്ന ട്രയാങ്കിൾസ് ആയിരിക്കുമല്ലോ. അപ്പോൾ PQR ഈക്വൽ ആണല്ലോ, കാരണം ഇതിന് ഈ രണ്ട് പാരലൽ ലൈനിന് അകത്ത് വരുന്ന ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിൾ PQR പിന്നെ വരുന്നത് ട്രയാങ്കിൾ RQC പിന്നെ ട്രയാങ്കിൾ QRA ഇത് ഈക്വൽ ആവാനുള്ള കാരണം എന്താണ് നമുക്കറിയാം. സെയിം ബേസും ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഓരോ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എവിടെയാണ്? പാരലൽ ലൈനിലാണ്, ബേസിനോടുള്ള പാരലൽ ലൈൻ. ഈ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് തേർഡ് വെർട്ടെക്സ് പാരലൽ ലൈനിലാണ്, ഇതിന്റെയും. അപ്പോൾ ഈ മൂന്ന് ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിളാണ്. ഇനി അടുത്തുള്ള പാരലൽ ലൈൻ നോക്കാം. ഈ QP പാരലൽ ടു BC അല്ലേ. ഈ QPക്ക് പാരലാണ് BC. അപ്പോൾ QP പാരലൽ ടു BC. ഇതിനകത്ത് വരുന്ന ട്രയാങ്കിൾസ് ഏതാണ്? PQR എല്ലാവരും കോമൺ ആണല്ലോ. ട്രയാങ്കിൾ PQR. പിന്നെ ഏത് വരും? ഈ QPB വരില്ലേ? ട്രയാങ്കിൾ QPB
ട്രയാങ്കിൾ PQC. PQC. അപ്പോൾ ഇത് ഈക്വൽ ആവാനുള്ള കാരണം എന്താണെന്ന് അറിയാലോ. PQ എന്ന് പറയുന്ന ബേസ് ആണെങ്കിൽ അതിന് പാരലൽ ലൈൻ വരച്ചു കഴിയുമ്പോൾ അതിൽ തേർഡ് വെക്ടർ, ഈ ട്രയാങ്കിൾസിന്റെ എല്ലാം തേർഡ് വെക്ടേഴ്സ് പാരലൽ ലൈനാണ്. അപ്പോൾ ഈ 3 ട്രയാങ്കിൾസും ഈക്വൽ ആണ്. ഇതും ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന PQR ഉണ്ട്. അപ്പോൾ അതിന് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ് നമ്മൾ എടുത്തെഴുതുന്നത്. ഇനി അടുത്ത പാരലൽ ലൈൻ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇനിയുള്ള പാരലൽ ലൈൻ PR ഉം AB അല്ലേ. PR പാരലൽ ടു AB. ഇതിൽ വരുന്ന ഈക്വൽ ട്രയാങ്കിൾസ് ഒന്ന് നമുക്കറിയാം PQR, പിന്നെ വരും PRB വരില്ലേ, ബേസ് PRB ട്രയാങ്കിൾ PRB. വേറെ വരും ട്രയാങ്കിൾ PRA വരൂല്ലേ, PRA. അപ്പൊ നമുക്ക് 6 ട്രയാങ്കിൾസ് PQRന് ഈക്വൽ ആണ്, സെയിം ഏരിയ ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇനി കിട്ടുമോന്ന് നോക്കാം. ഇനി എന്താ കൺസിഡർ ചെയ്യുമ്പോൾ ഇനി ട്രയാങ്കിൾസ് കിട്ടുമോന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നേരത്തെ കൺസിഡർ ഒരു ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്ത പാരലൽ സൈഡ്സ് കൺസിഡർ ചെയ്തപ്പോൾ 6 ട്രയാങ്കിൾസ് കിട്ടി. ഇനി നമുക്ക് പാരലോഗ്രാംസ്, ഇതിന്റെ ഇടയ്ക്ക് ഒരു 3 പാരലോഗ്രാംസ് ഉണ്ട്. ഏതൊക്കെയാണ്? PQRC, അതായത് PQRC ഇതൊരു പാരലോഗ്രാം ആണ്. പിന്നെ PRQA ഇത് പാരലോഗ്രാം ആണ്. പിന്നെ ഉള്ളത് QPRB ഇതും പാരലോഗ്രാം ആണ്. അപ്പൊ ഇതിനകത്ത് നിന്ന് നമുക്ക് കോമൺ ആയിട്ടുള്ള പാർട്ട്, ഈക്വൽ ഏരിയ വരുന്ന കോമൺ ആയിട്ടുള്ള പാർട്ട് ഏതൊക്കെയാണെന്നും അത് PQRന് ഈക്വൽ ആണോ എന്ന് നോക്കാം. അപ്പോ ഇതിന് ഈ ഒരു ട്രയാങ്കിൾസ് നിന്ന് പാരലോഗ്രാംസിന് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിള് ആ 3 പാരലോഗ്രാംസിന് എടുത്ത് മാറ്റിയാൽ കിട്ടുന്ന കോമൺ ആയിട്ടുള്ള പാർട്ടാണ് ഈ 3 ട്രയാങ്കിൾസും. അതായത് APQവും QBRും PRCയും. അപ്പോൾ ഇത് 3 സ്വാഭാവികമായിട്ട് ഈക്വൽ ആണ്. ഇനി PQRനോട് ഈ 3 ട്രയാങ്കിൾസും എങ്ങനെ ഈക്വൽ ആവുമെന്ന് നോക്കാം. ഈ ഒരു പാരലോഗ്രാം കൺസിഡർ ചെയ്താൽ, AQRP എന്ന് പറയുന്ന പാരലോഗ്രാം കൺസിഡർ ചെയ്താൽ അതിന്റെ ഡയഗണൽ ആണല്ലോ QP എന്ന് പറയുന്നത്. അപ്പോ പാരലോഗ്രാമിന്റെ ഡയഗണല് വെച്ച് കട്ട് ചെയ്യുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന 2 ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ഇതും ഈക്വൽ ആണ്. അപ്പോ എന്താണ്, ഈ AQP എന്ന് പറയുന്ന ട്രയാങ്കിളിന് ഈ PQR ഈക്വൽ ആണെങ്കിൽ PRCക്കും QBRനും ഈ PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന് കിട്ടും കൺസിഡർ പാരലോഗ്രാം PQRC, പാരലോഗ്രാം PRQA, PQBR, we got APQ, PCR, QBR are the same area to PQR. PQRന് സെയിം ഏരിയ ആയിരിക്കും എന്ന് നമുക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി പറയാനുള്ളത് എന്താണ്, അപ്പൊ ടോട്ടൽ നമുക്ക് എത്ര, നേരത്തെ ഓൾറെഡി 6 കിട്ടി, ഇപ്പൊ 3 കൂടെ ആയ അപ്പൊ ടോട്ടൽ 9 ട്രയാങ്കിൾസ് ആണ് PQRന് ഈക്വൽ ആയിട്ട് കിട്ടിയത്. അപ്പോൾ ദാറ്റ് ഈസ് ടോട്ടൽ 9 ട്രയാങ്കിൾസ് equal to same area as to triangle PQR. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ സോറി 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. പ്രൂവ് that the 2 triangles shown below have same area. ഈ 2 ട്രയാങ്കിളിനും സെയിം ഏരിയ ആണ് നമ്മൾ പ്രൂവ് ചെയ്താൽ മാത്രം മതി. സിമ്പിൾ ആണ്. അതായത് നമുക്ക് ഈ ട്രയാങ്കിളിനെ ഒന്ന് ഒരുമിച്ച് വരയ്ക്കാം. കാരണം ബേസ് 2 ട്രയാങ്കിൾസിന്റെ ബേസ് ഈക്വൽ ആയതുകൊണ്ട് ഒരുമിച്ച് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ 2 ട്രയാങ്കിൾസ് ഒരുമിച്ച് വരച്ചപ്പോൾ ഇങ്ങനെ കിട്ടി. ബേസ് ഇതാണ്. ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് തിരിച്ച് ഇവിടെ 50 ഡിഗ്രി, അതേ സൈഡിൽ 3 സെന്റിമീറ്റർ ഇങ്ങനെ വരച്ചു. ഈ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് 3 സെന്റിമീറ്റർ, 130 ഡിഗ്രി, 4 സെന്റിമീറ്റർ.
ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാം. ഇതിന്റെ രണ്ട് ട്രയാങ്കിളിന്റെ ബേസ് ഈക്വൽ ആണ്. അപ്പോൾ ബേസ് ഓഫ് എത്രയാണ്? 4 cm. ഇനി രണ്ടിന്റെ തേർഡ് വെർട്ടെക്സ് അപ്പൊ ഈ ബേസിന് പാരലായിട്ട് ലൈൻ വരച്ചാൽ രണ്ട് ട്രയാങ്കിളിന്റെയും തേർഡ് വെർട്ടെക്സ് എന്ന് പറയുന്നത് പാരൽ ലൈനാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബേസിന് ഓപ്പോസിറ്റ് ആയിട്ട് പാരൽ ലൈൻ വരച്ച ട്രയാങ്കിൾസിന്റെ തേർഡ് വെർട്ടെക്സ് ആ പാരൽ ലൈനിലാണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്തല്ലോ, ബേസും തേർഡ് വെർട്ടെക്സ് പാരൽ ലൈനിലായതുകൊണ്ട് രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. നമ്മൾ തിയറി ആയിട്ട് എഴുതുമ്പോൾ ദാറ്റ് ഈസ് ഇൻ ദീസ് ടു ട്രയാങ്കിൾസ് ഹാവ് സെയിം ബേസ് ആൻഡ് തേർഡ് വെർട്ടെക്സ് ഓൺ ദ പാരലൽ ലൈൻ ടു ബേസ്, സോ ദീസ് ഹാവ് സെയിം ഏരിയ. അതായത് ഈ രണ്ട് ട്രയാങ്കിളിന്റെ സെയിം ബേസ് ആണ്, തേർഡ് വെർട്ടെക്സ് പാരലൽ ലൈൻ ടു ബേസ്, ബേസിനോടുള്ള പാരലൽ ലൈൻ ആണ്, സോ ദീസ് ഹാവ് സെയിം ഏരിയ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിലുള്ള ഈ പോർഷനിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, റിപ്ലൈ തരും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.